ഹലോ എവരി വൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിഷൻ എസ് എസ് സി സി ജി എൽ മിഷൻ എസ് എസ് സി സി ജി എൽ സി എച്ച് എസ് എൽ 2024 വീഡിയോ സീരീസാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടു തുടങ്ങി എന്ന് വിശ്വസിക്കുന്നു. ഇൻട്രൊഡക്ഷൻ മുതൽ മാത്സ് എങ്ങനെ പഠിക്കണം, എങ്ങനെ ഫുൾ മാർക്ക് നേടണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആ ഫസ്റ്റ് വീഡിയോ തൊട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൾജിബ്രയുടെ ക്ലാസ് ചെയ്തു, പെർസെൻറ്റേജ് ക്ലാസ് ചെയ്തു, റേഷ്യോ പ്രൊപ്പോർഷൻ ക്ലാസ് ചെയ്തു, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോവുക, വീഡിയോസ് ഓരോന്നായിട്ട് കണ്ട് തീർക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ എക്സാമിന് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റാണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്സിനോടുള്ള അപ്രോച്ച് തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യും. അങ്ങനെയുള്ള മെത്തേഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വഴി തരുന്നത്. ഓക്കെ, എക്സാമിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ്, ബാക്കിയുള്ളവരെക്കായും മുന്നിൽ എത്താൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ്, എന്തൊക്കെ ചെയ്യണമെന്നും എല്ലാ കാര്യങ്ങളും ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു മിഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാണ്. മിഷൻ സി ജി എൽ അല്ലെങ്കിൽ CHSL 2024 ഏകദേശം ഒരു 7-8 മാസം നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് അവയെല്ലാം ചെയ്യുന്നത്, എങ്ങനെ നിങ്ങൾക്ക് വേഗത്തിൽ ആൻസർ കണ്ടെത്താം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഇത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, മെൻറ്റർ സപ്പോർട്ട് എല്ലാം അവൈലബിൾ ആണ്. ഉടനെ തന്നെ നമ്മൾ CGL 2024 വേണ്ടി ഓൺലൈനായിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ, കാലിക്കറ്റും ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, അങ്ങനെയുള്ള ടേംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു മിനിറ്റ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ബേസ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഉള്ളത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസിക് ക്ലാസ്സിൽ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കമൻറ്റിൽ പിൻ ചെയ്തിടാം. കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ, ബേസിക് ക്ലാസ്. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണെന്നും വളരെ വ്യക്തമായിട്ട് 2 മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് SSC GDക്ക് വേണ്ടി. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾക്ക് കമൻറ്റിൽ ഇടുന്നതാണ്. കാണാത്തവർക്ക് അത് കണ്ട് നന്നായിട്ട് കൂടുതൽ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെയും നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള ചാപ്റ്ററിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് എന്താണ്, പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾ പെർസെൻറ്റേജിൽ സ്ട്രോങ് ആയാൽ മാത്രമേ, പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാം, പക്ഷേ പെർസെൻറ്റേജ് സ്ട്രോങ് ആവാതെ ഒരിക്കലും നിങ്ങൾക്ക് അരിത്തമെറ്റിക്കിനകത്ത് മാർക്ക് വാങ്ങാൻ പറ്റില്ല. പെർസെൻറ്റേജിൻ്റെ ക്ലാസ് ഞാൻ 2 ചെയ്തു, നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ തന്നെ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ബേസിക് ക്ലാസ്സിൻ്റെ ലിങ്കുകളും ബാക്കിയുള്ള ക്ലാസ്സിൻ്റെ ലിങ്കുകളും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് പഠിക്കാത്തവർക്കാണ് ക്ലാസ് ഒരുപാട് ഫാസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ക്ലാസ് ഫാസ്റ്റായിട്ട് തോന്നുവാണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഫാസ്റ്റ് ആണ് എന്ന് തോന്നുന്നവർ, അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി കണ്ടൻറ്റാണ് ഈ മാത്സിൻ്റെ ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിന് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒട്ടും സ്പീഡ് പറ്റുന്നില്ലെങ്കിൽ 0.75x എന്ത് ചെയ്യുക, ഇട്ട് കാണുക. ഇപ്പോൾ ഒരു 2-3 ക്ലാസ് ആകുമ്പോഴത്തേക്കും നമ്മൾ തമ്മിലുള്ള ആ ഒരു സിങ്ക്, അതായത് ആ ഒരു പഠിച്ച് മനസ്സിലാക്കുന്ന ആ ഒരു സിങ്ക് എന്താവും, അത് ആ ബോണ്ട് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 0.75x ഇട്ട് കാണേണ്ട ആവശ്യം വരില്ല. അല്ലെങ്കിൽ ഇതിലും കുറച്ച് നിങ്ങൾക്ക് കാണാം, എന്ത് ചെയ്യാം, നോർമൽ സ്പീഡിലൊക്കെ എത്താം. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്താവും, ക്വാളിറ്റി കണ്ടന്റ്. അപ്പോൾ ഈ തരുന്നതെല്ലാം നിങ്ങളുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി ഞാൻ വേഗത്തിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയാം. ഓക്കെ,
ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ആ കമൻറ്റിൽ പിൻ ചെയ്തിരുന്ന വീഡിയോസ് നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ കാണേണ്ടതാണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ക്ലാസ്. നിങ്ങൾക്ക് സ്പീഡിന് എന്തെങ്കിലും ഒരുപാട് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ആയിട്ട് പറയാം. അപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക, മാക്സിമം ആ ഒരു സ്പീഡിൽ തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ഓക്കെ, ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഇനി ബേസിക് ആയിട്ടുള്ള ടേംസ്. ഒന്നാമത്തെ കാര്യം എന്താണ്, നമ്മുടെ കോസ്റ്റ് പ്രൈസ്. എന്താണ് കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം വാങ്ങാൻ നമുക്ക് ചിലവാകുന്ന പൈസയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസിനകത്ത് എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? നമുക്ക് ആ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷന് വരുന്ന പൈസ. അപ്പോൾ ആ ഒരു സാധനം വാങ്ങി അതിനെ വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയുന്നത്. ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാവുന്നത്, ലാഭം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനകത്ത് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് ആവാം, മാനുഫാക്ചറിങ് കോസ്റ്റ് ആവാം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആവാം, പാക്കിംഗ് കോസ്റ്റ് ആവാം. അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് പ്രൈസ്, ചിലവായ പൈസ. ഇനി എന്താണ് സെല്ലിംഗ് പ്രൈസ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, വിറ്റ വില എന്ന് പറയാം. അപ്പോൾ ഞാൻ ആ GDയുടെ ക്ലാസ് ചെയ്തതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ അത് മസ്റ്റായിട്ടും കാണണം. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഈ ലോസും പ്രോഫിറ്റും? ഓക്കെ, ലോസ് എന്താണ്? ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് ലാഭം ഉണ്ടായി എന്ന് പറയണമെങ്കിൽ, അപ്പം ഞാൻ 10 രൂപയ്ക്ക് വാങ്ങിയ പേന, അതേ പേന തന്നെ ഞാൻ എന്ത് ചെയ്യണം, 15 രൂപയ്ക്ക് വിൽക്കണം. അപ്പോൾ എപ്പോഴും പ്രോഫിറ്റും ലോസും ഉണ്ടാവാൻ എന്ത് വേണം, അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കണം. സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ സാധനം വിറ്റിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടായി എന്ന് നമ്മൾ പറയത്തുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ വിൽക്കുന്ന വില, അതായത് ഞാൻ 10 രൂപയുടെ ഒരു പേന വാങ്ങിയെങ്കിൽ ഞാൻ അതിന് 1 രൂപയെങ്കിലും കൂട്ടി വിറ്റാൽ എന്ത് പറയാം, അത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ഉണ്ടാവണേ എന്ത് വേണം, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, വിൽക്കുന്ന വില എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമുക്ക് ചിലവായ പൈസ, കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കണം. ഇപ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നഷ്ടം. ഞാൻ 10 രൂപയ്ക്ക് വാങ്ങിയ പേന ഞാൻ 9 രൂപയ്ക്കാണ് വേറൊരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് വന്നു, എനിക്ക് നഷ്ടം വന്നു. അപ്പോൾ നഷ്ടം വന്നെന്ന് പറഞ്ഞാൽ എന്താവണം, നമ്മൾ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ലെസ് ദാൻ എന്തായിരിക്കണം, കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് വലുതായിരിക്കണം, വിൽക്കുന്ന പൈസ കുറവായിരിക്കണം. അപ്പോൾ എന്ത് വരും, ലോസ് വരും. നിങ്ങൾ SP CP അങ്ങനെ ഗ്രേറ്റർ ദാൻ ഒന്നും പഠിക്കേണ്ട, നിങ്ങൾ ഇങ്ങനെ ഈ ഒരു സിമ്പിൾ കൺസെപ്റ്റ് മനസ്സിലോർത്താൽ മതി. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ 10 രൂപയ്ക്ക് മേടിച്ച പേന 11 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്, 1 രൂപയാണ് നിങ്ങളുടെ മനസ്സിൽ വന്നു. ആ 1 രൂപ എങ്ങനെയാണ് കിട്ടുന്നത്, പ്രോഫിറ്റ് ആണെങ്കിൽ എന്താ, വിറ്റ വിലയിൽ നിന്ന് SP-യിൽ നിന്ന് എന്ത് കുറയ്ക്കണം, CP കുറയ്ക്കണം. നിങ്ങളിങ്ങനെ ഇക്വേഷനായിട്ട് ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമുണ്ടോ? പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ വേണ്ട. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് ആയിരിക്കണം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം, അരിത്തമെറ്റിക്കിലെ പോർഷൻസ് എല്ലാം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, വളരെ എളുപ്പമാകും. വളരെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ലോസിൻ്റെ കേസിൽ നമ്മൾ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, SP - CP എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ്. ഇപ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ എന്തൊരു, ലോസ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്, നമുക്ക് 10 രൂപയുടെ പേന ഞാൻ 9 രൂപയ്ക്കാണ് കൊടുത്തത്. 10 രൂപ ലോസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്, 1 രൂപയാണ്. അപ്പോൾ ഞാൻ കോസ്റ്റ് പ്രൈസിൽ നിന്ന് എന്ത് കുറയ്ക്കണം, സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കണം. അവിടെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും കൂടുതൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോസും പ്രോഫിറ്റും കണ്ടുപിടിക്കുന്നത്. ഇനി 2 ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് എന്ത്, പ്രോഫിറ്റ് പെർസെൻറ്റേജും അതേപോലെ ലോസ് പെർസെൻറ്റേജ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഞാൻ ആ ഒരു ക്ലാസ്സിൽ, നമ്മുടെ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ ഞാൻ ക്ലിയർ ആയിട്ട് എന്താണ് പെർസെൻറ്റേജ് കൊണ്ട് അർത്ഥമാക്കുന്നതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റിനെ 100ൻ്റെ പെർസെൻറ്റേജിൻ്റെ 100ൽ എത്രയാണെന്ന് പറഞ്ഞ് എഴുതുന്നു. അതായത് ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, എപ്പോഴും നമ്മൾ ഡിഫോൾട്ടായിട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണക്കാക്കുന്ന എന്തിലായിരിക്കും, കോസ്റ്റ് പ്രൈസിലാണ്. അതായത് ഞാൻ 10 രൂപയ്ക്ക് വാങ്ങിയ പേന 11 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടുത്തെ ബേസ് ആരാണ്, 10 രൂപയാണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും എന്ത്, നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണക്കാക്കുന്നതിലുള്ള ഏകകം അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രയാണോ പ്രോഫിറ്റ് എന്തിലാണ്, നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിയ സാധനം 11 രൂപയ്ക്ക് വിറ്റെന്ന് പറഞ്ഞു. ഇപ്പോൾ ലാഭം ഉണ്ടായെന്ന് പറഞ്ഞു, എത്ര രൂപ, 1 രൂപ ലാഭം ഉണ്ടായെന്ന് പറഞ്ഞു.
അപ്പോൾ ഇവിടെ എന്തിനെ ബേസ് ചെയ്താൽ 1 രൂപ എന്ന് പറഞ്ഞത്? 10 രൂപയിൽ 1 രൂപ ലാഭം. അപ്പം എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് അപ്പോൺ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ ഇത്രയാണ് പ്രോഫിറ്റ് ഉണ്ടായത്, അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? 100-ൽ എത്ര? കോസ്റ്റ് പ്രൈസിൽ പ്രോഫിറ്റ് പി ആണെങ്കിൽ 100-ൽ എത്ര? അതാണ് പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 എന്ന് എഴുതുന്നത്. ഇത്രയേ ഉള്ളൂ. കൺസെപ്റ്റ് ഇതാണ്. ഈ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേരും എന്താണ് ചെയ്യുന്നത്? ഇക്വേഷൻസ് എടുക്കുന്നു, കാണാതെ പഠിക്കുന്നു, പ്രോബ്ലം ചെയ്തു തുടങ്ങുന്നു. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ഒരു ഇക്വേഷനൊന്നും അങ്ങനെ പഠിക്കേണ്ടി വരത്തില്ല. ഇക്വേഷനൊക്കെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ തന്നെ വന്നതുള്ളൂ. ഓക്കെ, ഇപ്പോൾ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ 10 രൂപയുടെ സാധനം എന്താണ്? ഞാൻ 9 രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്ന് വെച്ചോ. ഇപ്പോഴും എന്താണ്? 1 രൂപ നഷ്ടമാണ്. അപ്പോൾ എന്തിനെ ബേസ് ചെയ്ത 1 രൂപ നഷ്ടം? 10 രൂപയിൽ 1 രൂപ കുറവ്. ഡിഫോൾട്ടായിട്ട് അങ്ങനെ. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസിലാണ് നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ഇപ്പോൾ ലോസ് പെർസെൻറ്റേജ് എന്താണ്? ലോസ് പെർസെൻറ്റേജ് പറഞ്ഞാൽ ലോസ് ആണ് വരുന്നത്. ലോസ് ഉണ്ടാകുന്നത് എന്തിൽ തന്നെ? ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പെർസെൻറ്റേജ് പറഞ്ഞാണ്. ബേസ് നമ്മൾ എപ്പോഴും എന്താണ് എഴുതുന്നത്? ബേസ് എപ്പോഴും നമ്മൾ ഡിനോമിനേറ്റർ എഴുതുന്നത്. ലോസ് അപ്പോൺ കോസ്റ്റ് പ്രൈസ്. ഇത്ര കോസ്റ്റ് പ്രൈസിൽ എന്താണ്? ഇത്രയാണ് ലോസ്, എന്നാൽ 100-ൽ എത്ര? കോസ്റ്റ് പ്രൈസിൽ ലോസ് എല്ലാണ്, എന്നാൽ 100-ൽ എത്ര? അപ്പോൾ അതാണ് എന്ത്? ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇത്രയും പെർസെൻറ്റേജ് ആയിരിക്കും. ഓക്കെ, ഇത്രയും പെർസെൻറ്റേജ് ആയിരിക്കും. 100-ന്റെ എഫിനെ മാറ്റാൻ വേണ്ടിയാണ് ആ പെർസെൻറ്റേജ് എഴുതുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ എന്ത് വരും? ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ 10 രൂപയുടെ പേന 11 രൂപയ്ക്ക് വിൽക്കുന്നു. കോസ്റ്റ് പ്രൈസ് ആണ് 10 രൂപ, 11 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്? പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര വരും? എത്ര രൂപ പ്രോഫിറ്റ്? 1 രൂപ പ്രോഫിറ്റ് എത്രയിൽ? 10-ൽ ഇൻറ്റു 100. അപ്പോൾ എത്ര വരും? 10% അവിടെ പ്രോഫിറ്റ്. അപ്പോൾ ഇതേ സാധനം സെല്ലിംഗ് പ്രൈസ് 1-ഉം സെല്ലിംഗ് പ്രൈസ് 2. അപ്പോൾ സെക്കൻഡ് കേസിൽ 10 രൂപയുടെ സാധനം ഞാൻ എത്ര രൂപയ്ക്ക് വിൽക്കുവാണ്? ഞാൻ അവിടെ 9 രൂപയ്ക്ക് വിൽക്കുവാണ്. അപ്പോൾ 9 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇവിടെ എന്താണ്? ലോസ് എത്രയാണ്? ലോസ് 1 ആണ്. ലോസ് പെർസെൻറ്റേജ് എത്ര തന്നെ? കോസ്റ്റ് പ്രൈസ് 10 തന്നെയാണ്. 10-ൽ 1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെ? 10% തന്നെ വരും. അല്ലെങ്കിൽ 1/10 ഇൻറ്റു 100. രണ്ടിടത്തും എന്താണ്? കോസ്റ്റ് പ്രൈസ് ലോസ് പെർസെൻറ്റേജും പ്രോഫിറ്റ് പെർസെൻറ്റേജും സെയിം ആണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് പ്രൈസ് ബേസ് സെയിം ആണ്. അത് പെർസെൻറ്റേജിൻ്റെ ബേസ് അറിയാവുന്നവർക്ക്, കാര്യം അറിയാവുന്നവർക്ക് ഒന്നുമില്ല. അപ്പം കോസ്റ്റ് പ്രൈസ് സെയിം ആയതുകൊണ്ട് രണ്ടും ഒരേ വാല്യൂ ആണ്. ലോസും പ്രോഫിറ്റും സെയിം ആയതുകൊണ്ട് ഇവിടെയും 10%, ഇവിടെയും 10%. അപ്പോൾ ഏകദേശം ഒരു ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് കടക്കാൻ പറ്റില്ല. ഓക്കെ, ആ ബേസിക് ആയിട്ടുള്ള ക്ലാസ് മസ്റ്റായിട്ടും കാണണം. ഓക്കെ, ഇനി നമുക്ക് ഫ്രാക്ഷൻ മെത്തേഡ്. ഇപ്പോൾ ഫ്രാക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ പഠിച്ച ഫ്രാക്ഷൻ മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഫ്രാക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ പെർസെൻറ്റേജ് പഠിച്ചല്ലോ. പെർസെൻറ്റേജ് പഠിച്ചതും ഇപ്പം പറഞ്ഞ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എന്നീ ടേമുകളുമായിട്ട് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് ഒരു സാധനം വിറ്റപ്പോൾ 40% പ്രോഫിറ്റ് ഉണ്ടായി എന്ന് പറയുവാണ്. 40% ലാഭം ഉണ്ടായി എന്ന് പറയുവാണ്. അപ്പോൾ ഈ 40% എന്ന് പറഞ്ഞാൽ എന്താ? 40%ൻ്റെ പെർസെൻറ്റേജ് വാല്യൂ എന്താണ്? അത് പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പെർസെൻറ്റേജ് അറിയാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. 40% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 40% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ വാല്യൂ 2/5 ആണ്. ഓക്കെ, 2/5 ആണ്. ഇതൊക്കെ നമ്മൾ പെർസെൻറ്റേജിൽ പഠിച്ചിട്ടുണ്ട്. കാണാത്തവർ വീഡിയോസ് ആദ്യം മുതൽ കാണുക. ഓക്കെ, 2/5. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? 40% പ്രോഫിറ്റ് കിട്ടി. അതായത് 40% പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിലാണ് കിട്ടുന്നത്? കോസ്റ്റ് പ്രൈസിലാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. കോസ്റ്റ് പ്രൈസിലാണ് പ്രോഫിറ്റ് ഡിഫോൾട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എവിടെയാണ് നമ്മൾ എഴുതുന്നത്? നമ്മുടെ ബേസ് ആണ്. എന്തിനെ ആസ്പദമാക്കിയാണോ നമ്മൾ ലാഭം കിട്ടിയെന്ന് പറയുന്നത്, അപ്പോൾ ആ ബേസ് ചെയ്ത സാധനത്തെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ബേസ് എഴുതുന്നത് എവിടെയാണ്? ഡിനോമിനേറ്ററിലാണ്. അതായത് ഞാൻ എന്ത് ചെയ്യുവാണ്? ഈ 5 എൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് എടുക്കുവാണ്. അത് ബേസിലുള്ള വാല്യൂ 5 യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 5 രൂപയാണ്, എന്തുകൊണ്ടെങ്കിലും എടുക്കുക. 5 യൂണിറ്റ് ആണ് എൻ്റെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ അതിൽ 2 എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ്. ഈ 2 പറഞ്ഞാൽ പ്രോഫിറ്റും നമ്മൾ അങ്ങനെയല്ലേ എഴുതിയത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ്, എന്നാൽ 100-ൽ എത്ര ഇങ്ങനെയല്ലേ എഴുതിയത്? അപ്പോൾ പ്രോഫിറ്റ് 2 യൂണിറ്റ് ആണെങ്കിൽ 5 യൂണിറ്റ് ആണ് എന്ത്? നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 5 രൂപയുടെ സാധനം 2 രൂപ പ്രോഫിറ്റൂടെ ചേർത്ത് വിൽക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഇങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടത്? അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ പഠിക്കേണ്ടത്. അല്ലാതെ ഇക്വേഷൻ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് അവരെക്കായി സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മൈൻഡ് റീറ്റെയിൻ ചെയ്യില്ല. ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്ക് പ്രാക്ടിക്കലായിട്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ്സാണ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ എല്ലാം കൊടുക്കുന്നത്. SSC RRB ഫൗണ്ടേഷൻ ബാച്ച് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആ ക്ലാസ്സിൽ ഒരു 90ഓളം ക്ലാസ് നമ്മൾ ചെയ്തു. ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തു. അതിപ്പം ആപ്ലിക്കേഷൻ്റെ റെക്കോർഡിലായിട്ട് അവൈലബിൾ ആണ്.
ആ ക്ലാസ് കാണുന്ന ഒരാൾക്ക് പിന്നെ പുറത്തുനിന്ന് വേറൊരു മാത്സിൻ്റെ ക്ലാസ് കാണേണ്ട ആവശ്യമില്ല. ഓഫ്ലൈൻ വേണ്ട, വേറെ ഒന്നും വേണ്ട. അത്രയ്ക്ക് നിങ്ങളുടെ കൺസെപ്റ്റ് എന്താവും, ക്ലിയർ ആവും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മാത്സിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആവും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? കോസ്റ്റ് പ്രൈസ് 5 രൂപ, അതിനകത്ത് 2 രൂപ പ്രോഫിറ്റ്. അപ്പോൾ എത്രയാണ്? 5ഉം 2ഉം 7 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഫ്രാക്ഷൻ മെത്തേഡിനകത്ത് ലോസ് കൂടെ എന്ന് പറയട്ടെ. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതുവഴി ചെയ്യാം കേട്ടോ. ലോസ് എന്ന് പറയട്ടെ, 25% ലോസ് ആണെന്ന് പറയുകയാണ്. ഒരു സാധനം വിറ്റപ്പോൾ 25% ലോസ് വരുവാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും ഇവിടെ ലോസാണ്. ലോസും സെല്ലിംഗ് പ്രൈസും എന്ന് പറഞ്ഞ് എങ്ങനെ വരുന്നത്? 25% ലോസ് എന്ന് പറഞ്ഞാൽ 1/4 ആണ് 25%. ഞാൻ പറഞ്ഞു ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും നമ്മുടെ ഡിനോമിനേറ്ററിൽ എഴുതുന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? കോസ്റ്റ് പ്രൈസിനാണ്. അതായത് കോസ്റ്റ് പ്രൈസ് 4 രൂപയാണെങ്കിൽ, കോസ്റ്റ് പ്രൈസ് എത്ര രൂപയാണെങ്കിൽ? 4 രൂപയാണെങ്കിൽ ഇതാണ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 4 രൂപയാണെങ്കിൽ അതിൽ 1 നമ്മുടെ എന്തെന്ന് പറയുന്നത്? ലോസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? 1 നമ്മുടെ 1 രൂപയാണ്, അല്ലെങ്കിൽ 1 യൂണിറ്റാണ് ലോസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലോസ് ആണ്. അപ്പം നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? 4 രൂപ കോസ്റ്റ് പ്രൈസ് ഉള്ളൊരു സാധനം 1 രൂപ നഷ്ടത്തിലാണ് വിറ്റ്. എത്ര ആയിരിക്കും വിറ്റേ? 4 - 3 3 രൂപയ്ക്കായിരിക്കും വിറ്റത്. അപ്പോൾ 4 രൂപയുടെ സാധനം 3 രൂപയ്ക്ക് വിറ്റാലല്ല ലോസ് 1 രൂപ വരത്തുള്ളൂ. കോസ്റ്റ് പ്രൈസിൽ നിന്ന് ലോസ് കുറച്ച് എന്ത് കിട്ടും? നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് മതി? ഈ പ്രോഫിറ്റും ലോസും ഒക്കെ കണ്ടുപിടിക്കാൻ, പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് മതി എന്നാണ് ഞാൻ ആ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞത്. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് മതി? നമ്പേഴ്സിൻ്റെ റേഷ്യോ മതി. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ആയിട്ടുള്ളതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് കിട്ടുന്ന നമ്പേഴ്സിനാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇനി തിരിച്ചൊന്ന് പറയട്ടെ. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് തിരിച്ചെന്ന് പറയട്ടെ. തിരിച്ചെങ്ങനെ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ തിരിച്ച് പറയുമെന്ന്. ഞാൻ പറയുവാണ്, എൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ, ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ തിരിച്ചെഴുതുവാണ്. എങ്ങനെ? 40% പ്രോഫിറ്റിലോട്ട് എത്തിക്കുവാണ്. നോക്കാം. കോസ്റ്റ് പ്രൈസ് 5 യൂണിറ്റും സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ 7 യൂണിറ്റ്, 5:7. ഇതിനെ വേണമെങ്കിൽ 15:21, 15:21 എന്ന് പറയാം. കോസ്റ്റ് പ്രൈസ് 15 രൂപയും സെല്ലിംഗ് പ്രൈസ് 21 രൂപയും. അപ്പോൾ ഞാൻ 15ഉം 21 എന്ത് ചെയ്താൽ മതി? റേഷ്യോ എടുത്താൽ മതി. ഞാൻ പറഞ്ഞു പെർസെൻറ്റേജ് ചേഞ്ചിന് റേഷ്യോ എടുത്താൽ മതി. ഇനി പഠിച്ചോളാം. 3 ചുറ്റും എന്ത് കിട്ടും? 5ഉം 7ഉം കിട്ടി. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ നമുക്ക് എന്തെന്ന് കിട്ടി? 5:7 കിട്ടി. നമുക്ക് എന്ത് വേണം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് വേണം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പെർസെൻറ്റേജ് എടുക്കാൻ വേണ്ടി എന്ത് മതി? നമ്പേഴ്സിൻ്റെ റേഷ്യോ മതി. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്രോഫിറ്റ് എത്ര രൂപയാണ് ഇവിടെ കിട്ടുന്നത്? 5 യൂണിറ്റ് സാധനം 7 യൂണിറ്റ് ആണെങ്കിൽ 2 യൂണിറ്റാണ് എന്ത്? പ്രോഫിറ്റ്. വെച്ചാൽ 7 - 5 എത്രല്? കോസ്റ്റ് പ്രൈസിലാണ് എപ്പോഴും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ക്വസ്റ്റിന് തരും, അതിലല്ല, കോസ്റ്റ് പ്രൈസിൽ അല്ലെങ്കിൽ ക്വസ്റ്റിന് തരും. ഇപ്പോൾ 2/5 × 100. ഇപ്പോൾ 2/5ൻ്റെ ഫ്രാക്ഷൻ, ഇതാണ് ഫ്രാക്ഷൻ, × 100 പെർസെൻറ്റേജ് ഇടുക. എത്ര കിട്ടും? 200/5 40. അല്ലെങ്കിൽ 2/5ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 40%. കിട്ടിയത് കണ്ടോ? ഇതാണ് എന്ത്? നമ്മുടെ ഫ്രാക്ഷൻ മെത്തേഡ്. അപ്പോൾ ഇതിനകത്തൊന്ന് പറഞ്ഞേ 25% ലോസ് പെർസെൻറ്റേജ് വരുന്നതെന്ന് നോക്കാം. 1/4. ഇപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എന്താണ്? കോസ്റ്റ് പ്രൈസ് 4 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടിയേ? 3 ആണ്. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് എത്ര വരുന്നത്? ലോസ് ആണെന്ന് തിരിച്ചറിയാൻ എന്ത് നോക്കിയാൽ മതി? കോസ്റ്റ് പ്രൈസിനേക്കാളും കുറച്ചാണ് എന്ത് ചെയ്തേക്കുന്നത്? വിറ്റേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത്? അവിടെ ലോസ് ആണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്താൽ നിങ്ങളുടെ കാൽക്കുലേഷൻ വളരെ എളുപ്പമാവും. അപ്പോൾ അതാണ് ഈ ഫ്രാക്ഷൻ മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലോസ് പെർസെൻറ്റേജ് എത്ര വരും? എത്രയാണ് ഇവിടെ ലോസ് വരുന്നത്? 1 ലോസ് വരുന്നത്? 1 ലോസ് വരുന്നത്. എത്രല്ലേ? എപ്പോഴും കോസ്റ്റ് പ്രൈസ് റിഫണ്ടായിട്ട് കോസ്റ്റ് പ്രൈസ് എത്ര യൂണിറ്റാണ്? 4 യൂണിറ്റ്. ആ യൂണിറ്റ് എന്ന് പറയുന്നത് എല്ലാം സെയിം ആയിരിക്കണം. 4 യൂണിറ്റ് 3 യൂണിറ്റ് ആണെങ്കിൽ ഇത് 1 യൂണിറ്റ് ആയിരിക്കണം. 1/4 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാണ്? 25% നമ്മൾ പഠിച്ചതാണ്. × 100 ചെയ്താൽ മതി. 100 ചെയ്യേണ്ട 1/4 കാണാതെ പഠിക്കാൻ പറഞ്ഞത്. അത് കിട്ടിയില്ല 25% എന്ത് കിട്ടും? ലോസ് കിട്ടും. ഞാൻ ഇവിടുന്ന് അങ്ങോട്ടും പറഞ്ഞു, അവിടുന്ന് ഇങ്ങോട്ടും പറഞ്ഞു. യൂണിറ്ററി മെത്തേഡ് എഴുതുന്നതിൻ്റെ കാര്യം പറഞ്ഞു, ഫ്രാക്ഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്താണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു, എന്താണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു, എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു, എന്താണ് ലോസ് പെർസെൻറ്റേജ്. ഇതിൻ്റെ എല്ലാം എന്താണ്? ഇക്വേഷൻ അല്ല ഞാൻ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? കൺസെപ്റ്റാണ്. ഇതൊരിക്കലും നിങ്ങൾ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കൺസെപ്റ്റ് ഒരിക്കലും നിങ്ങളുടെ മൈൻഡിൽ നിന്നും എന്ത് ചെയ്യത്തില്ല? മാഞ്ഞു പോകത്തില്ല. നിങ്ങൾ കുറച്ചാൾ പഠിക്കാതിരുന്നാൽ പോലും ഈ കൺസെപ്റ്റ് എന്ത് ചെയ്യും? സ്റ്റേബിളായിട്ട് അവിടെ തന്നെ നിൽക്കും. അതാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോഴുള്ള വ്യത്യാസം. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോഴും നമ്മളല്ലാതെ ബുക്ക് നോക്കി പഠിക്കുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ ക്ലിയർ ആയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേഗം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വന്ന് ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പറയുമായിരുന്നെങ്കിൽ, ആദ്യമേ വന്ന് ഞാൻ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നെങ്കിൽ
നിങ്ങൾക്ക് എന്താവത്തില്ല, ക്ലിയർ ആവത്തില്ല. അതിനു വേണ്ടിയാണ് കൺസെപ്റ്റ് എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിലും കൂടുതൽ സ്പീഡ് കുറച്ച് പഠിപ്പിക്കുന്നത് കാര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ SSC GDയുടെ റേഷ്യോ പ്രപ്പോർഷൻ ക്ലാസ്, ആവറേജിൻ്റെ ക്ലാസ് 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ്. അതിൽ ഞാൻ ഒരു കമൻറ്റ് കണ്ടു, എന്താ ഒരുപാട് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാതെ പഠിപ്പിക്കുന്നതിലും നല്ലത് ഒരു ക്വസ്റ്റ്യനെങ്കിലും എന്താ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ആ ചെയ്തതെന്ന് പറഞ്ഞാൽ SSC GDയുടെ നിങ്ങൾ എവിടെ പോയി, യൂട്യൂബിൽ എവിടെ പോയി നോക്കിയാലും നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ മലയാളത്തിൽ തന്നെ ഒരുപാട് റേഷ്യോ പ്രൊപ്പോർഷൻസിൻ്റെ അല്ലെങ്കിൽ ആവറേജിൻ്റെ ക്ലാസ് ഉണ്ട്. ജസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് ബേസിക് ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയി കാണാം, അതിൽ ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എക്സാമിന് ബേസിക് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പം ഞാൻ ആ ക്ലാസ്സിൽ എന്താണ് ചെയ്തത്, പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ഏറ്റവും നല്ല, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഞാൻ ഒന്നും ഒമിറ്റ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല, അതിൻ്റെ ലെവൽ കൂടുതലാണെന്നാണ്, അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് 1.5 മണിക്കൂറിൽ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ള എഫേർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സ്പീഡ് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് ശ്രമിക്കാതെ ഇരിക്കുന്നവർക്ക് അവർക്ക് നഷ്ടം തന്നെയാണ്. അതിന് ഞാൻ അത് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉള്ളവരാണെങ്കിൽ, കാണുവാണെങ്കിൽ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള കമൻറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് ആ ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് ഞാൻ ഇതും പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും വരെ എന്ത് ചെയ്യുക, ഇത് കാണുക, നിങ്ങളുടെ ഓൺ സ്പീഡിൽ അത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കണ്ടൻറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ കണ്ടൻറ്റ് ക്വാളിറ്റി ആയിരിക്കും നമ്മൾ തരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങൾക്ക് എന്താണ് ക്ലാസ് ചെയ്യാൻ പറ്റിയുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് ഓപ്പണായിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. റിപ്ലൈയും തരുന്നതായിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെല്ലിംഗ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇത്രയും വരെ പഠിച്ച കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. എല്ലാവരും ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് വരണേ. ഒന്ന് മനസ്സിലുണ്ടല്ലോ, അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സെല്ലിംഗ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ 1333 ആൻഡ് 2150. വാട്ട് വിൽ ബി ദ ലോസ് പെർസെൻറ്റേജ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേഷൻ ഏറ്റവും കുറച്ചായിരിക്കും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അതിനിപ്പോൾ GD എക്സാം ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, CGL ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, CPO ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ഏറ്റവും കാൽക്കുലേഷൻ, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയാൽ പോലും അതിനകത്ത് ഏറ്റവും മിനിമം കാൽക്കുലേഷനുള്ള മെത്തേഡ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് നിർബന്ധമാണ്. അല്ലാതെ MTSന് വേണ്ടി ഞാൻ എക്സിറ്റ് പഠിപ്പിക്കും, എക്സും വൈയോട്ട് പഠിപ്പിക്കും, CGLന് വേണ്ടി പേൻ എടുക്കാതെ പഠിപ്പിക്കും, ആ ഒരു രീതി ഇല്ല. പഠിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡേ പഠിക്കത്തുള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, സെല്ലിംഗ് പ്രൈസും എപ്പോഴും നമ്മുടെ ബേസ്, ഞാൻ പറഞ്ഞു പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ബേസിലുള്ള വാല്യൂ ലെഫ്റ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. അപ്പോൾ എന്ത് മതി, ലോസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് മതി നമുക്ക്, കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും എന്ത് മതി, റേഷ്യോ മതി, ഒറിജിനൽ വാല്യൂ വേണ്ട. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര തന്നേക്കുന്നത്, കോസ്റ്റ് പ്രൈസ് 2150. കോസ്റ്റ് പ്രൈസ് 2150. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കണം. കോസ്റ്റ് പ്രൈസ് ആണ് രണ്ടാമത് എഴുതിയിരിക്കുന്നത് കേട്ടോ. സെല്ലിംഗ് പ്രൈസ് 1333. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കാൻ പറ്റുമോ നോക്കാം. എത്ര വരും റേഷ്യോ? റേഷ്യോ ഡയറക്റ്റായിട്ട് കിട്ടുമോ? എത്ര വെച്ച് വെട്ടാ ഇതിനെ? 49 ഇൻറ്റു 49 അല്ല, 3, 6, 9, 10. ഓക്കെ, ഡയറക്റ്റില്ല, 19 മൾട്ടിപ്പിൾ ആണത്. കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യണം. ഇത് അല്ല, 19 മൾട്ടിപ്പിൾ അല്ല, വേറെ ഇല്ല, നമുക്ക് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഡയറക്റ്റ് വെട്ടിപ്പോകുന്നില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഓക്കെ, എത്ര കുറയുന്നത്? ഇത് 43 മൾട്ടിപ്പിൾ. ഇത് 43 മൾട്ടിപ്പിൾ ആണോ? വേണ്ട, അങ്ങനെ ചെയ്യണ്ട, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും മാത്സിൻ്റെ എക്സസൈസ് ചെയ്യണം. അപ്പോൾ എത്ര കുറവ്? സെല്ലിംഗ് പ്രൈസും ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോസ് ബൈ കോസ്റ്റ് പ്രൈസ്. ലോസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപ ലോസ് വരുന്നത്? 1333 കൂടെ 7 കൂട്ടുമ്പോൾ 1340, 67 കൂട്ടുമ്പോൾ 1400, പിന്നെ 600 കൂട്ടണം. 600ഉം 67ഉം 667ഉം പിന്നെ എന്ത് വേണം, 150. 667 കൂടെ കൂട്ടുമ്പോൾ എന്താവും, 2000. 677ഉം 100ഉം 777ഉം 50. 777 50 എന്ന് പറയുമ്പോൾ 827. കാൽക്കുലേഷൻ ഇത്ര സ്പീഡിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. 827 ആണോ 817 ആണോ? 817. 33 കൂടെ 17 കൂട്ടുന്നത്, 817. ഓക്കെ, 800ഉം പിന്നെ 17. 800 ആകുമ്പോൾ 2133 പിന്നെ 17. 817 ആണ് എന്ത് വരുന്നത്, ലോസ് വരുന്നത്.
അപ്പോൾ എന്തിലാണ്? നമ്മുടെ കോസ്റ്റ് പ്രൈസിലാണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതാമായിരുന്നു. ഇവിടെ റേഷ്യോ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ചെയ്യാമായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റിനായിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പറയുന്നത്. 817 എന്ത് ലോസ് എന്ന് പറയുന്നത് എന്തിൽ? 2150 നമുക്ക് എന്തിൽ വേണം? ഇൻറ്റു 100, 100 വേണം. എന്നിട്ട് പെർസെൻറ്റേജ്. അപ്പോൾ എത്ര കിട്ടും? 817/215. അപ്പോൾ ഇതും പോയി. ഓപ്ഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയാലോ. 5 1 6 2 8, 8 ആകുമ്പോൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ 8 8 8 16 7 7 56 11 2 വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ 3 8 11. ഓപ്ഷൻ 2 ഹോൾഡ് ചെയ്യാം. 9 1 ആണല്ല. 8 4 12 3 ആണല്ല. 8 5 13 4 ആണല്ല. ഓപ്ഷൻ എ എന്ത് ചെയ്യാം? നമുക്ക് ഡിജിറ്റൽ സം വെച്ച് ആൻസർ ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. അത് ഒന്നാമത്തെ വഴി. ഡിജിറ്റൽ സം എന്താണെന്നൊക്കെ ഉള്ള വീഡിയോ ഈ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സെർച്ച് ചെയ്താൽ മതി. ഡിജിറ്റൽ സം ദിശ അക്കാഡമി മലയാളം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത മെത്തേഡ് എന്താ? അടുത്ത മെത്തേഡ് വെട്ടി ചെയ്യുന്ന പരിപാടി. അത് വെട്ടാൻ പറ്റുന്ന എന്തുണ്ട്? 43. അത് കാൽക്കുലേഷൻ ചെയ്യാതെ ഒരു കുഴപ്പമില്ല. എന്ത് ചെയ്യാം? 5 വെച്ച് വെട്ടുമ്പോൾ 2, ഇത് 43. അപ്പോൾ 43 വെച്ച് വെട്ടുമ്പോൾ വരും 43 ഗുണം 1, 43 1 43. ബാക്കി എത്ര വരും? 40 ഇല്ല 38, 387. 387 ആകുമ്പോൾ എത്ര വരും? 43 ഗുണം 9 360 27. അപ്പോൾ 19 ഗുണം 2 എത്ര എന്ന് വരും? 19 ഗുണം 2 38% എന്ന് ആൻസർ കിട്ടും. ഓക്കെ. കാൽക്കുലേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കൺസെപ്റ്റുകൾ എന്താണ്? സെയിം. നിങ്ങൾക്ക് എത്ര ഡീറ്റെയിൽ സമ്മ വെച്ച് കുറച്ചുകൂടി എളുപ്പം ചെയ്യാം. അല്ലെങ്കിൽ 19 മൾട്ടിപ്പിൾ. പക്ഷേ 19 മൾട്ടിപ്പിൾ ഓപ്ഷനിൽ ചെക്ക് ചെയ്യുന്നത് പാടായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ 19 മൾട്ടിപ്പിൾ എന്ന് കിട്ടാൻ പാടായിരിക്കും. ഓക്കെ. അപ്പോൾ ഡയറക്റ്റ് തന്നെ ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പോൾ ഡിഫറൻസ് ഒക്കെ എടുക്കുന്നത് സ്പീഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യണം. അപ്പോൾ എത്ര പേര് ഡെയിലി എക്സസൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒന്ന് നോക്കിക്കോണം. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും? നല്ല റാങ്കും കിട്ടും, നല്ല വ്യത്യാസവും ഉണ്ടാവും. ഓക്കെ. അടുത്ത ദിവസം നോക്കാം. എ പെൻ പാസിംഗ് ത്രൂ 2 hands is finally sold at a profit of 44% of the original cost price. If the first dealer makes a profit of 20%, then the profit made by the second dealer. എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടല് ഇത് ഞാൻ എന്താണ് പെർസെൻറ്റേജിൽ സക്സസീവ് മെത്തേഡ് പഠിപ്പിച്ചിട്ടുണ്ട്. സക്സസീവ് മെത്തേഡ് 1 മണിക്കൂറിൻ്റെ വീഡിയോ ഉണ്ടല്ലോ പെർസെൻറ്റേജിൻ്റെ. SSC GD 2022 പ്ലേലിസ്റ്റിൽ ആ വീഡിയോ കിടപ്പുണ്ട്. ഫസ്റ്റ് ചെയ്ത ക്ലാസ്സിൻ്റെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സക്സസീവ് മെത്തേഡിൽ A+B+AB/100 ആണ്. ഇപ്പോൾ A എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 20. B നമുക്ക് അറിഞ്ഞൂടാ, രണ്ടാമത്തെ കേസ് അറിഞ്ഞൂടാ. പ്ലസ് AB 20 × B/100 എന്ന് പറഞ്ഞാൽ ഓവറോൾ എത്രയാണ്? 44. അതിനകത്ത് ബിയുടെ വാല്യൂ. അപ്പോൾ നിങ്ങളിത് ചെയ്തിട്ടുള്ള ഒരു വട്ടമെങ്കിലും ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം ബിയുടെ വാല്യൂ എത്ര തന്നെയാണ്? 20 തന്നെയാണ്. 20 ഇട്ട് നോക്ക്. 20 + 20 40. 20 × 20/100 എന്ന് വെച്ചാൽ 400/100 4. അങ്ങനെ വരും 44 വരും. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ സി നമുക്ക് ഡയറക്റ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ സക്സസീവ് 20 ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിനാണ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വഴിയാണ്. അപ്പോൾ ഇതായിരിക്കണം എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട വഴി എന്ന് പറയുന്നത്. എന്ത് കൂടെ കൂട്ടിയാൽ എന്ത് വരും? 44 വരും. ഓപ്ഷൻ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ. അടുത്ത 100 വെച്ചുള്ള മെത്തേഡ് എങ്ങനെയാണ്? അപ്പം 100 കോസ്റ്റ് പ്രൈസ് എങ്കിൽ ആദ്യം ഒരാളെടുത്ത് പോയി, രണ്ടാമത് വേറൊരാളെടുത്ത് പോയി. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 44%. അതായത് 100 നിന്ന് 47% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 144 രൂപയ്ക്കാണ് വിറ്റത്. ഫസ്റ്റ് ഡീലറിന് എത്ര? 20% പ്രോഫിറ്റ്. അതായത് 100 നിന്ന് 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20 കൂടി എത്രയായി? 100 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. നിങ്ങൾ മുമ്പത്തുള്ള പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നത്. അത് കണ്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. അപ്പോൾ അത് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ 120 എന്ത് ചെയ്തത്? രണ്ടാമത്തെ ആൾ വാങ്ങിയത്. അപ്പോൾ 120 സാധനം അയാൾ എത്ര വെക്കുന്നത്? 144. എത്രയാണ് പ്രോഫിറ്റ് വരുന്നത്? 24 രൂപ. എത്രയിൽ? 120 എന്ന് പറഞ്ഞാൽ എത്ര? 24/120 എന്ന് പറയുമ്പോൾ 1/5. 1/5 എന്ന് പറഞ്ഞാൽ എത്ര? 20%. പക്ഷേ ഇങ്ങനെ നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടത്, എക്സാമിന് ഈ ഒരു മെത്തേഡ് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും. ആ മെത്തേഡ്സ് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മൈൻഡിൽ തന്നെ ചെയ്യുന്ന ഒരു ലെവലിലോട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എത്തിക്കണം. ഓക്കെ. അടുത്ത ദിവസം ചെയ്യാം. ഇൻ എ മെഡിക്കൽ ട്രാൻസാക്ഷൻ, ഒരു മെഡിക്കൽ ട്രാൻസാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? 17 times the cost price is equal to 8 times the sum of cost price and selling price. What is the gain or loss percentage? നമ്മൾ പഠിച്ചത് എന്താണ്? പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്ലൈ ചെയ്യണം. എന്താണ് പഠിച്ചത്? ഗെയിൻ അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടി എന്ത് കണ്ടുപിടിച്ചാൽ മതി? കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ മതി. അപ്പോൾ അത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനകത്ത് എന്താ പറയുന്നത്? 17 times the കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിന് ഞാൻ CP എന്ന് കൊടുക്കുകയാണ്. ഈക്വൽ ടു 8 times the sum of കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ്. അതിനകത്ത് എന്ത് കിട്ടും? ഇവിടെ 17 കോസ്റ്റ് പ്രൈസ് ഉണ്ട്, ഇവിടെ 8 കോസ്റ്റ് പ്രൈസ് ഉണ്ട്. അപ്പം 8 കോസ്റ്റ് പ്രൈസ് ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും.
17 - 8 എന്ന് പറയുമ്പോൾ 9 കോസ്റ്റ് പ്രൈസ് ആവും ഈക്വൽ ടു 8 ഇൻറ്റു SP. 8 സെല്ലിംഗ് പ്രൈസ് എന്നാവും. 8 സെല്ലിംഗ് പ്രൈസ് എന്നാവും. അപ്പോൾ CP/SP. ഇപ്പം നമുക്ക് CP/SP എന്ന് പറയുമ്പോൾ എന്ത് വരും? 8 എഴുതിയിരിക്കുന്നത്. 8 സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, CP/SP എന്ന് പറയുമ്പോൾ എന്ത് വരും? CP/SP എന്ന് പറയുമ്പോൾ 8/9 എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഇതിനാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. ഒന്നും കോമൺ ആയിട്ടൊന്നും ഇല്ലാതെ എല്ലാം വെട്ടിക്കളയുന്നത്. അതായത് കോസ്റ്റ് പ്രൈസ് 8 യൂണിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര യൂണിറ്റ് ആയിരിക്കും? 9 യൂണിറ്റ്. ഗെയിൻ അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് അല്ലേ? ഇപ്പം 8 രൂപയുടെ സാധനം 9 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? പ്രോഫിറ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഗെയിൻ ആണ്. ഇപ്പോൾ ലോസ് അല്ല. എത്ര രൂപ? എത്രയാണ് പ്രോഫിറ്റ്? 1 യൂണിറ്റ് ആണ് പ്രോഫിറ്റ്. എത്രയില്? 8. 1/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12.5%. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കും. ഗെയിൻ ഓഫ് 12.5%. അപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കുറച്ച് എഴുതാൻ നോക്കുക. ഏറ്റവും കുറച്ച് എഴുതുന്നവനായിരിക്കും ഏറ്റവും കുറച്ച് സമയത്ത് എന്ത് ചെയ്യുന്നത്? എക്സാം സെറ്റാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻ മെത്തേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. The profit earned by selling an article for 832 is equal to the loss incurred when the article is sold for rupees 448. What should be the selling price to mark a profit of 10%? ഇപ്പം 10% പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസിൻ്റെ 110% വിൽക്കുന്നത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ എന്താണ്? 100%. 10% കൂട്ടി വിൽക്കണം. ബേസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ്. ഈ കാര്യങ്ങൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10% പ്രോഫിറ്റോടെ വിൽക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണോ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് അതിൻ്റെ 110%. 100% ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ 10% കൂടെ കോസ്റ്റ് പ്രൈസിൻ്റെ. അതുകൊണ്ടാണ് കോസ്റ്റ് പ്രൈസ് ബേസ് ആണെന്ന് പറയുന്നത്. 10% കൂട്ടി 110%-ത്തിലാണ് വിൽക്കുന്നത്. ഈ 110% എന്ന് പറഞ്ഞാൽ എന്താ? 110/100. അതായത് 11 എന്ന് പറയുന്ന വാല്യൂ അവിടെ ഉണ്ട്. അപ്പോൾ 11 വരുന്ന വാല്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ആൻസർ എന്തായാലും ഇതൊക്കെ CGL-ൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. CGL-ൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ഇത് CGL-ൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്തായിരിക്കും? 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇതിനൊക്കെയാണ് എന്ത് പറയുന്നത്? ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിലും എല്ലാ ക്ലാസ്സിലും എന്ത് ചെയ്യാണ്? ഇതേപോലത്തുള്ള മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. 11ൻ്റെ മൾട്ടിപ്പിൾ ഏതുണ്ട്? ഇതെന്തായാലും 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 7 5 12, 12 - 1. ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് 6 4 11 മൾട്ടിപ്പിൾ അല്ല. ഇതെന്താണ്? 7 4 11. ഓക്കെ, ഓപ്ഷൻ ബിയും ഡിയും എന്താണ്? 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇത് രണ്ടും എന്ത് വന്നു? നമുക്ക് ഡൗട്ട് വന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ 2 ഓപ്ഷൻ അല്ലെന്ന് നമുക്ക് മനസ്സിലായി. ഏത് ഓപ്ഷൻ ആണെന്ന് അറിയുന്നതിലും ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഓപ്ഷൻ അല്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉള്ളായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? നമുക്ക് എന്ത് ചെയ്യായിരുന്നു? അത് മാർക്ക് ചെയ്ത് പോലെ ഉള്ള ചെറിയ കാര്യങ്ങളുണ്ട്. ആ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ. അപ്പോൾ ഇതൊക്കെ ഞാൻ CGL-ൻ്റെ മെയിൻസിൻ്റെ ലെവൽ അല്ലെങ്കിൽ ക്രാഷ് കോഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ എന്ത് ചെയ്യും? ഞാൻ പേന എടുക്കാതെ ചെയ്യും. നിങ്ങൾക്ക് ഇതിന് മുമ്പത്തുള്ള വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും പേന എടുക്കാതെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് സമയമുണ്ട്, എക്സാമിന് പഠിക്കാൻ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് വെച്ച് കുറച്ച് പെതുക്കെ എന്ത് ചെയ്യാം? പഠിച്ചു പോകാം. കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് റെഗുലറായിട്ട് എന്ത് ചെയ്യാം? കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ലാസ്സിൽ തന്നു പോകാം. പിന്നെ ഇത് മുതൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് ആഴ്ചയിൽ ഒരു 4 ക്ലാസ് മിനിമം എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ഒരു മിഷൻ CGL അല്ലെങ്കിൽ CHSL 2024-ൻ്റെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്ക്. പ്രോഫിറ്റ് ഏൺഡ് ബൈ സെല്ലിംഗ് ആർട്ടിക്കിൾ ഫോർ 832. അതായത് ഇപ്പം ഇവിടെയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചോ. ഈ ഇത്രയും കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിഞ്ഞുകൂടാം. അത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? സെല്ലിംഗ് പ്രൈസ്, ഫസ്റ്റ് സെല്ലിംഗ് പ്രൈസ് 832 വിൽക്കുന്നു. അപ്പോൾ എന്തുണ്ട്? അവിടെ എന്താ ഉള്ളത്? പ്രോഫിറ്റ് ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു പ്രോഫിറ്റ്, P എന്ന് പറയുന്ന പ്രോഫിറ്റ് ഉണ്ട്. ഇതേ സാധനം എന്ത് ചെയ്യാണ്? ലോസ് ഇൻകേർഡ് വെൻ ദ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഫോർ 448. ഇതേ സാധനം കോസ്റ്റ് പ്രൈസ് സെയിം തന്നെയാണ്. ഇതേ സാധനം എന്ത് ചെയ്യാണ്? രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്കാണ്? 448 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് പറയുന്നു? ലോസ് ഉണ്ടാവും. ഇവിടെ ഒരു ലോസ് ഉണ്ടായി. ഇത് കോസ്റ്റ് പ്രൈസിൽ കുറച്ച് വിൽക്കുമ്പോൾ ലോസ് ഉണ്ടാവും. കോസ്റ്റ് പ്രൈസിൽ കൂട്ടി വിൽക്കുമ്പോൾ എന്താവും? പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഫസ്റ്റ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രോഫിറ്റും ഈ ലോസും എന്താണ്? സെയിം ആണ്. അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂവും ഇവിടുന്ന് ഇവിടെ ഉള്ള ദൂരം എന്താണ്? സെയിം ആണ്. അങ്ങനല്ലേ പറയുന്നത് പ്രോഫിറ്റും ലോസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ. കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ നേരത്തെ ക്വസ്റ്റിന് ആദ്യത്തെ ഒരു ക്വസ്റ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? 10 രൂപയുടെ സാധനം 11 രൂപയ്ക്ക് വിറ്റു, അതേസമയം 9 രൂപയ്ക്ക് വിറ്റു. ഇപ്പോൾ ഇവിടെ 1 രൂപ പ്രോഫിറ്റ്, ഇവിടെ 1 രൂപ ലോസ്. നമ്മൾ എന്താ ചെയ്തത്? അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 11 9 കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ മെത്തേഡാണ്, അതിൻ്റെ ഷോർട്ട് കട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഷോർട്ട് കട്ടിന് മുമ്പേ എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ പറയായിരുന്നു 832 448 കൂട്ടി അതിൻ്റെ പകുതി എടുത്താൽ കോസ്റ്റ് പ്രൈസ് കിട്ടും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് മനസ്സിലാവില്ല.
ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, അതായത് ഈ ദൂരവും ഇവിടെയുള്ള ദൂരവും എന്താണ്, സെയിം ആണ്. അപ്പോൾ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരുന്നത്? 132 448 എത്ര വരും? 448 കൂടെ 400 വയ്ക്കട്ടെ, 400ഉം 800ഉം എത്രയാണ്? 448ഉം 4 കൂട്ടുമ്പോൾ എന്താവും? 452. 452 കൂടെ 80 കൂട്ടണം, 80 കൂട്ടുമ്പോൾ 532. ഇപ്പം 84 84ഉം 300, 384 എന്ത് ഒരു തമ്മിലുള്ള ഡിഫറൻസ്. ഈ 384 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ടൈംസ് ദിസ് ഡിസ്റ്റൻസ് ആണ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആണ്. ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ്. ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, ഇങ്ങനൊന്നും എക്സാമിന് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട. കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ആവാൻ വേണ്ടിയാണ് പറയുന്നത്. 2 ടൈംസ് ഈ വാല്യൂസ് ആണ്. ഇതിന് എക്സ് എന്ന് കൊടുത്തു ഞാൻ, അതാണ് 384. ഇപ്പോൾ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 384ൻ്റെ പകുതി. 384ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരും? 19 192. അതായത് ഇവിടുന്ന് കോസ്റ്റ് പ്രൈസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്രയാണ്? 192 ആണ്. അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ നിന്ന് 448 ദൂരം എന്താണ്? 192. ഇത് ഫുൾ കൺസെപ്റ്റാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവർ ഇങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പം കോസ്റ്റ് പ്രൈസ് എത്രയോ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് വേണം? കോസ്റ്റ് പ്രൈസ് കിട്ടിയാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് ടു മാർക്ക് എ പ്രോഫിറ്റ് ഓഫ് 10%? കോസ്റ്റ് പ്രൈസിൻ്റെ 110% വിൽക്കേണ്ടത്. അതിലോട്ട് നമുക്ക് വരാം. കോസ്റ്റ് പ്രൈസ് വേണം. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 832. അതിൽ നിന്നും ഒന്നുകിൽ 192 രൂപ കുറയ്ക്കുക. സെല്ലിംഗ് പ്രൈസ് ഇതാണ്, ഫസ്റ്റ് സെല്ലിംഗ് പ്രൈസ്. 192 കുറയ്ക്കുക. എത്ര വരും ഇത്? 2 2 0 13 9 4 ഏതെങ്കിലും കുറച്ചുള്ളൂ. 640 രൂപ എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും 448 കൂടെ 192, ആ നഷ്ടവും കൂടെ കൂട്ടിയാൽ മതി. അത് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 640 തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്ര കിട്ടി? 640. അപ്പോൾ ഇനി ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട, ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇനി ഇതേപോലെ എന്താണ്? ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഒരു പൈസയ്ക്ക് ഈസ് ഈക്വൽ ടു ലോസ് ഇൻകേർഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഇതിൻ്റെ കാര്യം, ഇവൻ്റെ ഗ്യാപ്പ് എന്താണ്? ഗ്യാപ്പ് സെയിം ആണ്. ഗ്യാപ്പ് സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മതി? ആ ഇടയ്ക്കുള്ള മിഡിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗ്യാപ്പ് സെയിം ആണെങ്കിൽ ഇവിടുന്ന് ഒരു വാല്യൂവിൽ നിന്നും ഇങ്ങോട്ടുള്ള ദൂരവും സെയിം ആണെങ്കിൽ ആ വാല്യൂ കണ്ടുപിടിക്കാം. ഇത് ആവറേജിൻ്റെ കൺസെപ്റ്റാണ്. ഓക്കെ, എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ബൈ 2, അതായിരിക്കും അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. അല്ല, ആ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എന്ത് കിട്ടും? 832 ഫസ്റ്റ് സെല്ലിംഗ് പ്രൈസ് പ്ലസ് 448 സെക്കൻഡ് സെല്ലിംഗ് പ്രൈസ്. അതിൻ്റെ എന്ത് മതി? ആവറേജ് എടുത്താൽ മതി. അതിൻ്റെ ആവറേജിലായിരിക്കും ആയിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ഇരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ഇതറിയാത്തവർ എന്ത് ചെയ്യും? ബുക്കിലൊക്കെ കണ്ട് ഈ മെത്തേഡ് ചിലപ്പോൾ കാണും. ചില ബുക്കുകൾ ഈ മെത്തേഡ് പറയും. അപ്പോൾ ഈ മെത്തേഡ് ചെയ്ത് ഇങ്ങനെ എഴുതിയൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ ആലോചിച്ച് ചെയ്യും. ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇവിടെ നോക്കി തന്നെ ചെയ്യാം, നോക്കി തന്നെ എഴുതാം. ഇതൊന്നും എഴുതാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. കാൽക്കുലേഷൻ സ്പീഡ് വേണം അതിന്. കാൽക്കുലേഷൻ സ്പീഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ. നിങ്ങൾ എന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്സിന് വമ്പിച്ചൊരു അല്ലെങ്കിൽ വൺ ചേഞ്ച് നിങ്ങൾക്ക് അറിഞ്ഞു കാണും. ഓക്കെ, 832 448, 800 400 1200, 32 48 80, 1280ൻ്റെ പകുതി 640. ഒരു കാൽക്കുലേഷൻ വേണ്ട, എന്ത് ചെയ്യാം? 640 രൂപയാണ് എന്ത് കോസ്റ്റ് പ്രൈസ്. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? അർത്ഥമാണെന്ന് ചോദിച്ചേക്കുന്നതല്ല. വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ടു മാർക്ക് എ പ്രോഫിറ്റ് ഓഫ് 10%? അതായത് 640 രൂപയുടെ സാധനം 10% പ്രോഫിറ്റ്. ഇത് നോക്കി തന്നെ ചെയ്തിട്ട് 110% എന്നൊക്കെ എഴുതണോ? 640ൻ്റെ 10% കൂടെ കൂട്ടി വെക്കണം അല്ലേ? 640 രൂപയുടെ സാധനത്തിന് സെല്ലിംഗ് പ്രൈസ് 10% ലാഭം വേണം. 10% എന്തിൻ്റെ? കോസ്റ്റ് പ്രൈസിൻ്റെ. അതിൻ്റെ കാര്യം എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 640ൻ്റെ 10% 64 രൂപ. ഒരു സാധനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. 640 കൂടെ 67 കൂട്ടണം. 4 യൂണിറ്റ് വരുന്ന ഓപ്ഷൻ ഇതുണ്ട്, ഓപ്ഷൻ ഡി. വെച്ചാൽ 704 രൂപയ്ക്ക് എന്ത് ചെയ്യണം? ആ സാധനം വിറ്റ് കഴിഞ്ഞാൽ എന്ത് പറയാം നമുക്കവിടെ? അവിടെ 10% എന്ത് വന്നു? പ്രോഫിറ്റ് ഉണ്ടായി എന്ന് പറയും. അപ്പോൾ ക്ലിയർ ആയല്ലോ? നല്ല രീതിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം മനസ്സിലാക്കുക, കൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയും. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. 640ൻ്റെ 110% ഇങ്ങനെയൊക്കെ ചെയ്ത് കാൽക്കുലേഷൻ ചെയ്യുന്നവർ കാണും. 64 × 11, 64 × 11 എന്ന് പറഞ്ഞാൽ 4 10 7 704 ഇങ്ങനെ ചെയ്യുന്നവർ കാണും. പക്ഷെ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എന്ത് ചെയ്യുക? പെർസെൻറ്റേജ് പഠിച്ചതിനെ എന്ത് ചെയ്യുക? മനസ്സിൽ ധ്യാനിച്ച് അങ്ങോട്ട് ആൻസർ കൊടുക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ പറയുന്നത്. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി സ്കൂളിൽ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. കൺവെൻഷനൽ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് ബുക്കിൽ കാണാൻ പറ്റും, അത് ഞാൻ പറയുന്നില്ല. ഈ മെത്തേഡ് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരട്ടെ. അടുത്ത ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ കമൻ്റായിട്ട് എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്കായിട്ട് ചെയ്യുക. ഈസി ക്വസ്റ്റ്യൻ തന്നെ തരാം. നമ്മൾ പാർലോസിനുള്ള ഹോംവർക്ക് ചെയ്തത് ഈസി ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ പറയുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിനോട് എന്ത് ചെയ്യാം? ഹോംവർക്ക് ചെയ്യാം. 5ാമത്തെ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും എന്ത് ചെയ്യുക? ഇത് CGL മെയിൻസിൻ്റെ ക്വസ്റ്റിനാണ്. CGL മെയിൻസ് 15 നവംബർ 2019 ക്വസ്റ്റിനാണ്. ഈ ക്വസ്റ്റിനും എന്ത് ചെയ്യുക?
ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമാണ്, ഈ ക്വസ്റ്റിനും എളുപ്പമാണെന്ന് തോന്നുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം ആരാണ് ആൻസർ പറയുന്നത് നോക്കാം. എല്ലാവരും ഇത് മനസ്സിലായി, എല്ലാവരും ഇത് ചെയ്ത് നോക്കി ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് നമ്മൾ വീക്കിലി ഒരു 4 ദിവസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം വരെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പെയ്ഡായിട്ട് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തന്നിട്ടുള്ള നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് അതിൽ ക്ലാസ് എടുക്കാവുന്നതാണ്. CGLന് വേണ്ടി മാത്രമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ബാച്ച് നമ്മൾ എന്ത് വരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. യൂട്യൂബിലെ ക്ലാസ് എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ച്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ എൻ്റെ ബാക്കി കൺസെപ്റ്റുകളും ക്വസ്റ്റ്യൻസുകളുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.